प्लीज आप हाउस में ऑर्डर बनाए रखे, मैं आपको बोलने का मौका दूं। प्लीज मेंटेन द ऑर्डर। मैं डिसऑर्डर में ऑर्डर नहीं दे सकता। प्लीज प्लीज गो बैक टू योर सीट्स। जनता आपको देख रही है कि आप सुनकर आने के बाद भी लोकतंत्र की मर्यादाओं परंपराओं का पालन नहीं कर रहे। मैं पुनः आग्रह करता हूं आप अपनी अपनी सीट पर जाकर बैठे। मैं सदन की कार्रवाई चलाना चाहता हूं। പാർലമെന്റിന്റെ രാജ്യസഭയും ലോക്സഭയും ഇന്ന് ഒരുപോലെ പ്രക്ഷുബ്ധമാകുന്നതിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതിന് കാരണം പ്രധാനമായും രണ്ടാണ്. ഒന്ന്, ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക നികുതി എന്ന വിഷയം തന്നെയാണ്. രണ്ടാമത്തേത്, പാർലമെന്റിൽ തുടർച്ചയായ 4ാം ദിനവും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ വിഷയമാണ്. വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ വിഷയവും ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ അധിക നികുതിയെക്കുറിച്ചുള്ള വിഷയവും പാർലമെന്റിന്റെ ഇരു സഭകളിലും ചർച്ച ചെയ്യണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ മുന്നോട്ട് വച്ചത്. എന്നാൽ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അധ്യക്ഷന്മാർ ഈ ആവശ്യം പൂർണ്ണമായും നിരാകരിച്ചതോടെ സഭാ നടുക്കളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ആദ്യം രാജ്യസഭയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ സഭാധ്യക്ഷനായ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ഹരിവംശ് വ്യക്തമാക്കിയത് 25 നോട്ടീസുകളാണ് വിവിധ വിഷയങ്ങൾ സഭ നടത്തി വെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലഭിച്ചിരിക്കുന്നതെന്നും ഇത്രയധികം നോട്ടീസുകൾ പരിഗണിക്കാനാവില്ല എന്ന് 2021 അന്നത്തെ ചെയർമാന്റെ ഒരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് ഹരിവംശ് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം പോലും സഭാധ്യക്ഷൻ അംഗീകരിച്ചില്ല. ഇതോടുകൂടി സഭാ നടപടികൾ തുടരാനാവാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും സഭ നിർത്തിവെക്കുകയും ചെയ്തു. നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. Honorable members, 25 notices have been received today under Rule 267. In view of my observation dated 5th August 2025, and since none of these notices are in adherence to the requirement of the rules as initiated in past, I am not admitting any of the notices. I am not admitting any of the notices. Sir, मैं please, मैं 2021 में द देन चेयरमैन की एक रूलिंग का अंश सुना रहा हूं आपको. On that day, only one of the 17 notices on the situation caused by the COVID pandemic. You cannot discuss 17 issues simultaneously. Nobody can dictate the chair. I'm sorry to say this. This is the saying of the then chairman. Please, as per rules, I am going. Please, as per rules, I am going, Tiruchi ji. As per rules, I am going. Yes, I am going as per rules. Sir, I am talking about this now. Please allow me जो माननीय सदस्य 0 आवर में जिन्होंने अपनी बातें रखने के लिए जिनकी बातें स्वीकृत हैं, उनका नाम मैं बुला रहा हूं. प्लीज हेल्प मी. 0 आवर मेंबर्स का आवर है, क्वेश्चन आवर मेंबर्स का आवर है. प्लीज मैं रिक्वेस्ट करूंगा अपनी सीट पर रहें. मैं पुनः आपसे निवेदन करूंगा ऑनरेबल मेंबर्स, वर्तमान सत्र में अब तक विभिन्न महत्वपूर्ण विषयों पर हमारे पास 180 स्टार्ट क्वेश्चंस, 180 0 आवर सबमिशंस, 180 स्पेशल मेंशंस रेज करने का मौका था. लेकिन लगातार व्यवधान के कारण हम केवल 13 स्टार्ट क्वेश्चंस, 5 0 आवर सबमिशंस और 17 स्पेशल मेंशंस ही ले पाए. व्यवधान के कारण इस सत्र में अब तक 51 घंटे 30 मिनट हम गंवा चुके हैं. हमारी जिम्मेदारी देश की जनता के प्रति है. प्लीज आप हाउस में ऑर्डर बनाए रखे, मैं आपको बोलने का मौका दूं. प्लीज मेंटेन द ऑर्डर. मैं डिसऑर्डर में ऑर्डर नहीं दे सकता. प्लीज गो बैक टू योर सीट्स. आई विल रेज. प्लीज द हाउस स्टैंड्स adjourned to meet at 2 PM.
ലോക്സഭയിലും കാര്യങ്ങൾ ഒട്ടും ഭിന്നമായിരുന്നില്ല. സഭ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം നടുക്കളത്തിൽ ഇറങ്ങി പ്രതിഷേധവും പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധവും ഒക്കെ തന്നെ ആരംഭിക്കുകയുണ്ടായി. ഇതോടുകൂടി പെട്ടുപോയത് സഭാ ദൃശ്യങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന സൻസദ് ടിവിയുടെ ക്യാമറാമാൻമാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ക്യാമറ ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചാലും അവിടെയെല്ലാം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഈ ബീഹാർ വിഷയവുമായി ബന്ധപ്പെട്ടും ട്രംപ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കാൻ തുടങ്ങി. അതോടുകൂടി ഓരോ തവണയും ക്യാമറ ഇടയ്ക്കിടെ ആംഗിൾ മാറ്റേണ്ട ഒരു ഗതികയിലേക്ക് സഭാ ടി വിയുടെ അധികൃതർ വന്നു ചേർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്യാമറ മാറ്റിക്കളി ഉൾപ്പെടെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടെ സഭാധ്യക്ഷൻ ഇത്തിരി കോപിഷ്ഠനായി പെരുമാറുന്നത്, സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ചൂടാകുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം. सभासदों, माननीय अध्यक्ष जी, प्रश्नकाल प्रश्न संख्या 261 श्रीमती माला राय। क्वेश्चन नंबर माला राय, 251। माननीय मंत्री जी, उत्तर पटल पर रख दिया है जी। 51 श्रीमती लवली आनंद। माननीय अध्यक्ष महोदय, माननीय मंत्री महोदय से मेरा एक सवाल सप्लीमेंट्री है। मार्च 2025 को यह मिशन वित्तीय समापन हो चुका है। इसके अंतर्गत भारत के शहरी ताने बाने को वैश्विक स्तर की उत्कृष्टता, समावेशन, सुरक्षा और सतर्कता की हरियाणा की हमारे देश की आबादी क्योंकि लगातार शहरीकरण हो रहा है, अभी तक हमारी जो आबादी है वो शहरों में 33% हो गई है, जो आज से 20 साल पहले मात्र 20% थी। लेकिन अब आगे चल करके ऐसा अनुमान लगाया जा रहा है कि 2047 तक ये आबादी 50% हो जाएगी और इतनी बड़ी आबादी में शहरों का, नए शहरों का निर्माण और पुराने शहरों को भी कैसे रीडेवलप किया जाए, उसके लिए एक मॉडल के रूप में ये स्मार्ट सिटी मिशन ये लागू किया गया था। और स्मार्ट सिटी मिशन को लागू करने का अर्थ ये है कि हम ऐसे प्रोजेक्ट जो एक अच्छे, सुंदर, टिकाऊ प्रोजेक्ट बन सके, एक सीमित मात्रा में ये प्रदेशों को एक अवसर दिया गया ताकि उनको अपनी ओर से रेप्लिकेट कर सके, नए शहरों में लागू कर सके और नए शहरों में लागू करके अपने अपने शहरों को सुंदर, स्वस्थ, वातावरण अनुकूलित ये सब बना सके। इसलिए इस योजना को 31 मार्च 2025 को बंद किया गया है। जो प्रोजेक्ट शेष बचे हैं उनको भी 31 दिसंबर 2025 तक पूरा करने के लिए कह दिया गया है ताकि उस समय तक वो पूरा करें। इसकी पूरी राशि जिन प्रदेशों को जानी थी उनमें सबको चली गई है। केवल 12 प्रोजेक्ट ऐसे हैं जो अपनी राशि को 12 प्रदेश अपना खर्च पूरा नहीं कर सके, लेकिन वो सब कार्यक्रम अब 31 मार्च 2025 को इसको समाप्त कर दिया गया है। माननीय सदस्यगण, आज प्रश्नकाल में महत्वपूर्ण मंत्रालय विभागों पर चर्चा है। विशेष रूप से हमारे जनजातीय क्षेत्र के बहुत माननीय सदस्य आज प्रश्न पूछना चाहते हैं। सड़क परिवहन मंत्रालय हमारे दीपेंद्र हुड्डा जी प्रश्न लगाते हैं लेकिन प्रश्न नहीं पूछे। मैं आपसे आग्रह करूंगा, प्रश्नकाल माननीय सदस्यों का समय होता है। आपको जनता ने बहुत अपेक्षाओं के साथ चुनकर भेजा है। मेरा हमेशा प्रयास रहता है सदन चले, सदन में चर्चा हो, संवाद हो, प्रश्नकाल पर महत्वपूर्ण सवाल उठे, सरकार की जिम्मेदारी तय हो। मैं रोज आपसे आग्रह करता हूं, लेकिन रोजाना आप नियोजित तरीके से सदन को बाधित करना चाह रहे हैं। आप तख्तियां लेकर आ रहे हैं। आपको जिस विषय पर भी चर्चा करनी है, संवाद करना है, आप नियम प्रक्रियाओं की तरफ नोटिस दो, मैं आपको सब पर अलाउ करूंगा। आप सदन चलाना चाहते हैं, सदन नहीं चलाना चाहते, देश की जनता आपको देख रही है कि आप चुनकर आने के बाद भी
लोकतंत्र की मर्यादाओं परंपराओं का पालन नहीं कर रहे। मैं पुनः आग्रह करता हूं, आप अपनी अपनी सीट पर जाकर बैठे। मैं सदन की कार्रवाई चलाना चाहता हूं। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। തുടർച്ചയായ 4ാം ദിനമാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇത്തരത്തിൽ മുന്നോട്ടു പോകാനാവാത്ത വിധം സ്തംഭിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായിട്ടില്ല. അതിലാദ്യത്തേത് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ 25% നികുതിയാണ്. ആ നികുതി കൂടി വരുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന നികുതി തന്നെ 50% മാറുകയാണ്. അത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ മുതൽ ചെമ്മീൻ വരെയുള്ള കയറ്റുമതിയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഇപ്പോഴുള്ള പല സാമ്പത്തിക വിദഗ്ധന്മാരുടെയും വിലയിരുത്തൽ. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെട്ടിനിരത്തൽ, ലക്ഷക്കണക്കിന് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന പ്രക്രിയ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാതെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലും, ഇനി ഉച്ചയ്ക്ക് ശേഷം സമ്മേളിക്കുമ്പോഴും സഭ കൂടുതൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്.